മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 360 ഡിഗ്രിയുള്ള രാശിചക്രത്തില് മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് സൂര്യൻ കടക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജിയോസെൻട്രിക് തിയറി അനുസരിച്ച് ഇനി നമ്മൾ മേടവിഷു എന്ന് പറയും. ഈ മേടവിഷു സംക്രാന്തി ഗ്ലോറിയസ് ആയിട്ടുള്ള ചേഞ്ച്, റവല്യൂഷൻ. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഉള്ള ദിവസത്തിന് 10ാം ഉദയം എന്ന് പറയും. 10ാം ഉദയം. മേടം 10 എന്ന് പറഞ്ഞാൽ മേടം 10 ഡിഗ്രി രാശിചക്രത്തിൽ 30 ഡിഗ്രിയിൽ 10ാമത്തെ ഡിഗ്രിയിൽ സൂര്യൻ എത്തുമ്പോൾ സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. അറിഞ്ഞോ അറിയാതെയോ ആ ദിവസത്തില് നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചെറിയ പ്രോജക്റ്റ്, ഒരു വരിയാണ്. അത് ഒരു പ്രഭാഷണത്തിൽ വിവരിക്കുകയുണ്ടായി. മല്ലപ്പള്ളിയിലുള്ള ഒരു ഗ്രാമത്തില് നല്ല ഹിന്ദുത്വ ബോധമുള്ള ഒരു വലിയ സദസ്സില് രാത്രി 7 മണിക്കുള്ള പ്രഭാഷണത്തില് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇത് പറയുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് പറയാനുള്ളൊരു കാരണം ഏപ്രിൽ 22-ാം തീയതി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത അത്രയും വലിയൊരു പരിപാടിയിൽ പങ്കെടുത്തു. കയ്പമംഗലത്ത് ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരു 20% സ്ത്രീകൾ, അല്ലെങ്കിൽ 30% സ്ത്രീകൾ, 70% പുരുഷന്മാരും യുവാക്കളും. അതിഗംഭീരമായിട്ടുള്ള പരിപാടി, കത്തികാളുന്ന പരിപാടി. മുസ്ലിം യുവതികൾ ഉൾപ്പെടെ, തട്ടമിട്ട യുവതികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു 10,000-ത്തിലധികം പോസ്റ്റർ അവരടിച്ചിട്ടുണ്ട്. ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ ഫ്ലക്സ് അടിച്ചിട്ടുണ്ട്. അവര് ഗുരുവായൂർ മുതൽക്ക് കൊടുങ്ങല്ലൂർ വരെ നിറച്ചു വെച്ചിട്ടുണ്ട്. കടപ്പുറത്ത് നടന്ന ആ പരിപാടിയിൽ ക്ലാസ് എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ തോന്നിയ ഒരു അനുഭൂതി, ആവേശം വിവരണാതീതമായിരുന്നു. 2.25 മണിക്കൂർ. അത് കഴിഞ്ഞ് അന്ന് രാത്രി ചേന്നമംഗലത്തെ ഒരു അമ്പലത്തിലെ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അടുത്ത ദിവസം പേരണ്ടൂർ ദുർഗാദേവി ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ കൃത്യസമയത്ത് തുടങ്ങിയത്. ആ ഓഡിറ്റോറിയം ജാം പാക്ഡ് ആയിരുന്നു. സാധാരണ ഞായറാഴ്ച രാവിലെയൊക്കെ വെച്ചാൽ കല്യാണം ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വരാതിരിക്കാം. അന്ന് വൈകുന്നേരം മല്ലപ്പള്ളിയിലെ പരിപാടിയിൽ ഇത്രയും ആവേശത്തോടെ ഈ 4 സ്ഥലത്തും പറഞ്ഞത് വേറെ രീതിയിൽ ഇവിടെ പറഞ്ഞു. ഈച്ച് ഹിന്ദു വൺ മിഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഹിന്ദുവിനും ഒരു മിഷൻ, ഒരു യജ്ഞം, ഒരു ധർമ്മം. ഓരോ ഹിന്ദുവും ഒരു ധർമ്മം ഏറ്റെടുക്കുന്നു. എന്താ ധർമ്മം? മിഷൻ എന്താണ്? പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച്, പ്രതികരിക്കുക. 5 ഏതെങ്കിലും പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച്, പ്രതികരിക്കുക. ലേണിംഗ്, ടീച്ചിങ്, പ്രീച്ചിങ്, വർക്കിംഗ് ആൻഡ് ആക്ടിങ് ആൻഡ് റിയാക്ടിങ്. വാക്കുകൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കണം. ഈ യൂട്യൂബിലെ ഈ സന്ദേശം കേൾക്കുന്നവരോടും എനിക്ക് പറയാൻ, അവിടെ പറഞ്ഞത് തന്നെയാണ്. ഒരു 18, 19, 20 വയസ്സായിട്ടുള്ള ധാരാളം യുവാക്കളെ ഞാൻ ഈ 4 പരിപാടിയിലും കണ്ടു. എന്ത് ആവേശത്തോടു കൂടിയാണ്. അവരോട് എല്ലാവരോടും പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇമെയിൽ ഗ്രൂപ്പ് തുടങ്ങുക, കുറേ ഇമെയിൽ കളക്ട് ചെയ്യുക. അതുപോലെ ഫേസ് പേജ് ഗ്രൂപ്പ് തുടങ്ങുക, ട്വിറ്റർ തുടങ്ങുക. നല്ല രീതിയിൽ ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വിഷയം, ഫ്ലൂട്ട് അറിയാമെങ്കിൽ ഫ്ലൂട്ട് പഠിപ്പിക്കാം, കഥകളി അറിയാമെങ്കിൽ കഥകളി പഠിപ്പിക്കാം, ഓട്ടംതുള്ളൽ അറിയാമെങ്കിൽ അത്, അക്ഷരശ്ലോകം അറിയാമെങ്കിൽ അത്, നിങ്ങൾക്ക് കഥ എഴുതാൻ അറിയാമെങ്കിൽ അത്, രാമായണം വായിക്കാൻ അറിയാമെങ്കിൽ അത്, മഹാഭാരതത്തിലെ ഒരു 15-20 അനുഭവങ്ങൾ അറിയാമെങ്കിൽ അത് പഠിപ്പിക്കാം, ഭഗവത്ഗീതയിലെ കുറേ ശ്ലോകങ്ങൾ, ജ്ഞാനപ്പാന സാധിക്കുമെങ്കിൽ അത്, നാരായണീയം സാധിക്കുമെങ്കിൽ അത്. ഏത് ക്ഷേത്ര കലകൾ തന്നെ 10,400 എണ്ണുണ്ട്.
അതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചു. ക്ഷേത്രവാദ്യങ്ങളുണ്ട്, ക്ഷേത്ര സംഗീതമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ കായികങ്ങളുണ്ട്, കലകളുണ്ട്, കായികങ്ങളുണ്ട്, നമ്മുടേതായിട്ടുള്ള പെയിന്റിംഗ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള സ്കൾപ്ചർ ഉണ്ട്, ആർട്ട് ഉണ്ട്. ഒരെണ്ണമെങ്കിലും പഠിപ്പിക്കാം. നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ഏതോ അത് ഒന്നിൽ കൂടുതൽ അറിയാമെങ്കിൽ ധൈര്യമായിട്ട് അത് പഠിപ്പിക്കാം. എത്ര പേരെ പഠിപ്പിക്കാൻ പറ്റുമോ അതാണ് നമുക്ക് കിട്ടുന്ന പോയിന്റ്. അത് അഗാധമായിട്ട് പഠിപ്പിക്കണമെന്നില്ല, ഉപരിപ്ലവമായിട്ട് പഠിപ്പിച്ചാലും മതി. ഇനി പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ വേണമെങ്കിൽ 31 ഷീറ്റ് ഈ പ്രദേശത്ത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. 31 ഷീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 31 35 ഷീറ്റ് നമ്മുടെ പൈതൃകത്തിന്റെ സിലബസ് പ്രകാരം. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അതൊരു 100-150 ഷീറ്റ് ആവും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, പ്രധാനമന്ത്രി പണ്ട് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ ഇന്ത്യൻ നാഷണൽ സയൻസ് കോൺഗ്രസ് ബോംബെയിലാണ് നടന്നതെന്ന് തോന്നുന്നു, അല്ല പൂനെയിലോ, അവിടെ വെച്ച് പറഞ്ഞാണ് നമ്മുടെ നാടിന്റെ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങളിലുള്ള ശാസ്ത്ര മൂല്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കണം എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ട് ഒരു ചെയർമാനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു താല്പര്യം ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നവംബർ 3-ാം തീയതി ഒരു മീറ്റിംഗ് നടന്നിരുന്നു. അപ്പൊ അന്ന് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ഇത് ചെയ്തോളാമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹിന്ദിയിലാക്കി പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഹിന്ദിയിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് നോർത്ത് ഇന്ത്യയിലേക്ക് ജനറലി എത്തില്ല. അപ്പം നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് ചെയ്തു തരാം. നമ്മുടെ ധർമ്മത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈച്ച് ഹിന്ദു വൺ മിഷൻ. എന്ത് നിങ്ങൾക്ക് സാധിക്കുമോ അത് ചെയ്യാം. ഇവിടെ നിന്ന് CD അയച്ചു തരാം, കോപ്പി എടുത്ത് കൊടുക്കാം. ഇവിടെ നിന്ന് വേദം അയച്ചു തരാം, കോപ്പി എടുത്ത് കൊടുക്കാം. പെൻഡ്രൈവ് അയച്ചു തരാം, കോപ്പി എടുത്ത് കൊടുക്കാം. നമ്മുടെ ബ്രോഷറിലും പുസ്തകങ്ങൾ അയച്ചു തരാം, കോപ്പി എടുത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. യൂട്യൂബിലെ ലിങ്കുകൾ അയച്ചു കൊടുക്കാം. എങ്ങനെയാണോ ഫ്ലൂട്ട് പഠിപ്പിക്കാൻ സാധിക്കുക അത് സാധിച്ചില്ലെങ്കിൽ യൂട്യൂബിലെ ലിങ്കുകൾ എത്ര പേർക്ക് എത്തിക്കാൻ സാധിക്കും എത്തിക്കാം. ധാരാളം പേര് ഇപ്പോ കൊടുക്കുന്നുണ്ട്, നല്ലോണം പ്രതികരിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഫേസ്ബുക്കില്, ഫേസ് പേജില്, ട്വിറ്ററില്, വാട്സപ്പിലൂടെ എല്ലാം സത്യം ലോകം അറിയുന്നുണ്ട്. ഈ വർഗീയത ആരാ പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊക്കെ എന്ത് പച്ചയ്ക്കാ ഓരോരുത്തർ പറയണേ അറിയോ. എന്നിട്ട് ദൂരെ മാറി നിന്ന് മറ്റുള്ളവരെ വിമർശിച്ച് ഗീബൽസിന്റെ തിയറി മാതിരി പച്ച നുണ 100 പ്രാവശ്യം പറഞ്ഞ് സത്യമാക്കി മാറ്റാം. ആരാണോ കൊല്ലലും കൊല്ലിക്കലും ഒക്കെ വ്രതമായിട്ട് എടുത്തവര് അവരാണ് അസഹിഷ്ണുതയെ കുറിച്ച് പറയുന്നവര്. അത്ഭുതകരമായിട്ടുള്ളതാണ്. മുസ്ലിങ്ങൾ പന്നിയിറച്ചി തിന്നില്ല എന്ന് പറഞ്ഞാല് ഒരു കുഴപ്പമില്ല. പക്ഷെ ഹിന്ദു പശുവിറച്ചി തിന്നരുത് എന്ന് പറഞ്ഞാൽ ഭയങ്കര തീറ്റ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള അസഹിഷ്ണുതയായി മാറി. അവാർഡ് വാപസി ചെയ്ത ചെകുത്താന്മാരൊക്കെ ഇപ്പൊ എവിടെ പോയി എന്നുള്ളതാണ് സത്യത്തില്. യഹോവയെ കാണുമ്പോഴത്തേക്കും പേടിച്ച ചെകുത്താൻ സാത്താൻ എന്ന് ബൈബിളിൽ ഒരു വരിയുണ്ട്. അതുമാതിരി ആയോ എന്നൊരു സംശയം. ഇപ്പൊ ആരും യഥാർത്ഥത്തില് അവാർഡ് വാപസിയായിട്ട് വരുന്നില്ല. ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും ഇത്രയും അധികം താഴ്ന്ന തറ പറ്റിയ ഒരു സംഭവം ആണ് അവാർഡ് വാപസി. ലോകത്തിൽ ഒരിടത്തും നടക്കാത്തത് ഇവിടെ നടന്നു. അവരെ ഇപ്പോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കണില്ല. പണ്ട് കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് അന്ധകാരത്തോടിന്റെ ഏറ്റവും അടിയിലുള്ള ചെളിക്കകത്ത് പെട്ട മാതിരിയുള്ള ഒരവസ്ഥ. അതിന് കാരണമുണ്ട്. സോഷ്യൽ മീഡിയയുടെ പ്രതികരണ ശക്തിയാണ്. ഇന്നലെ കേരളം ഭരിക്കുന്നവരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നമുക്കെതിരെ ഇനി ആക്ഷേപങ്ങൾ വരരുതെന്ന്. വരുത്താതിരിക്കാൻ എളുപ്പ വഴിയുണ്ട്. ഇവിടെ നന്നായിട്ട് പ്രവർത്തിച്ചാൽ മതി, പിന്നെ വരില്ല. പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു വരിയുണ്ട്, ഭാരതീയ പൗരന്മാരോട് എല്ലാവരോടും ഒരേ രീതിയിലേ പെരുമാറുള്ളൂ എന്ന്. അതിന് വിപരീതമായിട്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഈച്ച് ഹിന്ദു വൺ മിഷൻ. ഓരോ ഹിന്ദുവിനും ഒരു ദൗത്യം ഏറ്റെടുക്കാൻ സാധിക്കണം. ഈച്ച് ഹിന്ദു വൺ മിഷൻ. ഓരോ ഹിന്ദുവിനും ഒരു ദൗത്യം. എന്താന്ന് വെച്ചാൽ എടുക്കാം. വലിയതാവണമെന്നൊന്നുമില്ല.
ലിങ്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്, ഫേസ്ബുക്കിൽ എഴുതാൻ സാധിക്കുമെങ്കിൽ അത്, പ്രതികരിക്കാൻ സാധിക്കുമെങ്കിൽ അത്, പഠിച്ചത് പഠിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത്, സോഷ്യൽ സർവീസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്, കുറേ വളരെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത്. ഇന്ന് നമ്മുടെ ധർമ്മത്തിനെതിരെയാണ് ഓരോന്നും നടക്കുന്നത്. ഞാൻ നേരത്തെ പറയേണ്ടായി, 1053 ക്ഷേത്രങ്ങൾ തിരുവനന്തപുരം നഗരത്തിന്റെ നടുക്ക് കാനകൾ ബ്ലോക്ക് ചെയ്ത് വെച്ചതിനെ പൊളിച്ചപ്പോ ഒരു ഹിന്ദുവും നെഗറ്റീവായിട്ട് പറഞ്ഞില്ല. അത് പൊളിക്കേണ്ടത് തന്നെയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കിഴക്കൻ മലകൾ മുഴുവനും കുരിശ് കൃഷിയാണ്. അതിനെ തൊട്ടപ്പോഴാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് വെറി പിടിച്ചത്. അതേ കുരിശിൽ ശ്രീ നാരായണ ഗുരുദേവനെ ആണിയടിച്ചപ്പോഴും ആർക്കും ഒരു പ്രശ്നമില്ല. ചെയ്തത് നമ്മൾ തന്നെയാണേ. അപ്പൊ പിന്നെ ഒരു പ്രശ്നമില്ല. വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിനെതിരെയും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ഈച്ച് ഹിന്ദു വൺ മിഷൻ, ഈച്ച് ഹിന്ദു വൺ മിഷൻ അത് പറ്റണം. ഓരോ ഹിന്ദുവിനും ഒരു ധർമ്മം ഏറ്റെടുക്കാൻ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.